സംസ്ഥാനത്തിന്റെ കടത്തിന്റെ കഥകൾ തന്നെയാണ് വാർത്തകളിൽ നിറയുന്നത്. കേരളത്തിന്റെ ആകെ ഔദ്യോഗിക കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് വി.ഡി. സതീശൻ സർക്കാരിന്റെ ധവളപത്രം വെളിപ്പെടുത്തിയതിനു പിന്നാലെയാണ് സർക്കാർ കടം കയറി മുടിഞ്ഞു എന്ന വിലയിരുത്തൽ ഉരുത്തിരിഞ്ഞത്. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% കടബാധ്യത. ഇത് ദേശീയ ശരാശരിയായ 29.2% വളരെ കൂടുതലാണ്. കടക്കെണിയിലാകാതിരിക്കാൻ 32% നിയന്ത്രിക്കണം എന്നാണ് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അത് സാധിച്ചില്ല. ഭരണത്തിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് അസുഖമെന്ന് കണ്ടെത്തി പരിഹാര നടപടികളിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കടം ഒരു വലിയ ഭീകരജീവിയാണ് എന്ന ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പൊടിപൊടിക്കുകയാണ്. അത്ര ഭയപ്പെടേണ്ടതില്ലെന്നും കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ധവളപത്രത്തിലെ കടക്കണക്ക് വെളിപ്പെടുത്തുന്നുള്ളൂ എന്ന വിലയിരുത്തലുമായി സാമ്പത്തിക വിദഗ്ധരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുകയാണ്. കടം ഒരു വലിയ ഭീകരജീവിയാണോ? സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോമൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കടമെടുത്താൽ പലിശ കൊടുക്കണം. ഈ പലിശ നിരക്കിനേക്കാൾ വേഗത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വരുമാനം വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ കടം സുസ്ഥിരമാണ്, അല്ലെങ്കിൽ അസ്ഥിരവും. എല്ലാ മാർക്കറ്റുകളും കെട്ടിപ്പൊക്കിയിരിക്കുന്നത് കടമെടുത്ത് നിക്ഷേപം നടത്തിയിട്ടാണ്. ആധുനിക ധനശാസ്ത്രം അനുസരിച്ച് കടമെടുക്കാതെ ഒരു വിപണിക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല. അതിനാൽ എന്തിന് കടമെടുക്കുന്നു എന്നത് പ്രധാനമാണ്. കടമെടുത്ത് ലഭിക്കുന്ന പണം ശരിയായ രീതിയിൽ മൂലധന ചെലവുകൾക്കായി ഉൽപാദനപരമായി വിനിയോഗിച്ചാൽ അത് ഗുണം ചെയ്യും. ഉദാഹരണത്തിന് റോഡുകൾ, റെയിൽവേ എന്നിവ പോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 രൂപ ചെലവഴിച്ചാൽ അത് സമൂഹത്തിന് ആഭ്യന്തര ഉൽപാദന വർധനവിലൂടെ 2 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെയായി തിരികെ ലഭിക്കും. അതേസമയം കടമെടുത്ത പണം കൃത്യമായ ലാഭം തരുന്ന കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് വലിയ ബാധ്യതയായി മാറുകയും ചെയ്യും. ഈ ചോദ്യമുനയിലാണ് കിഫ്ബി എന്ന ധനകാര്യ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത്. വി.ഡി. സതീശൻ ഒരു പരിധിവരെ ധവളപത്രത്തിലൂടെ അതിന് തുനിഞ്ഞിട്ടുമുണ്ട്. കേരളീയന്റെ തലയിൽ 2 തരത്തിലുള്ള കടമാണ് വരുന്നത്. ഒന്ന് സംസ്ഥാനം എടുക്കുന്നതും മറ്റൊന്ന് കേന്ദ്രം എടുക്കുന്ന കടവും. കേന്ദ്ര സർക്കാരുകളുടെ കടമെടുപ്പ് ആളോഹരിയായി വീതം വെക്കുന്നതിൽ കാര്യമില്ല, മറിച്ച് GDP-യുമായി താരതമ്യം ചെയ്യുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് സാമ്പത്തിക വിദഗ്ധർക്കുള്ളത്. എങ്കിലും അക്കാദമിക താൽപര്യത്തിന്റെ പേരിൽ ആളോഹരി വീതം വെച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ ആളോഹരി കടം ഏകദേശം 1.43 ലക്ഷത്തോളം വരും. കേന്ദ്ര ബജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ആകെ കടബാധ്യത ഏകദേശം 200 ലക്ഷം കോടി രൂപയാണ്. കേന്ദ്രത്തിന്റെ ആളോഹരി ബാധ്യത കണക്കാക്കിയാലും ഏകദേശം 1.40 ലക്ഷം വരും. കേന്ദ്ര സർക്കാരിന്റെ ആകെ കടം മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ 55.6% ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. കേരളത്തിൻ്റെത് 35.5% വസ്തുത ഇതാണെങ്കിലും മറ്റ് പ്രധാന വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിൻ്റെത് സുരക്ഷിതമായ ഒരു പരിധിയാണെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ വിലയിരുത്തൽ. വികസന ഫണ്ടുകൾക്കായി അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികളെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് കടബാധ്യതയുടെ ഉൾപ്പിരിവുകൾ കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ കടത്തിന്റെ സിംഹഭാഗവും ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്നുള്ളതാണ്. വിദേശ കടം വളരെ കുറവായതുകൊണ്ട് തന്നെ രാജ്യം വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കടത്തുകയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ 8ഓ 9ഓ സ്ഥാനത്തെ കേരളം വരൂ. 9.5 ലക്ഷം കോടിയിലധികം കടബാധ്യതയുമായി തമിഴ്നാട് മുൻപിലും തൊട്ടുപുറകെ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഉണ്ട്. തമിഴ്നാടും മഹാരാഷ്ട്രയും വലിയ തുക കടമെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ആഭ്യന്തര ഉത്പാദനവും വരുമാനവും വളരെ ഉയർന്നതായതുകൊണ്ട് അവരുടെ കടവരുമാനം അനുപാതം സുരക്ഷിതമായ പരിധിയിലാണ്. എന്നാൽ പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വരുമാനത്തെക്കാൾ കടബാധ്യതയുടെ നിരക്ക് ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇവ ധനകാര്യ സമ്മർദ്ദമുള്ള സംസ്ഥാനങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം കടവരുമാന അനുപാതം വെച്ചുള്ള നീതി ആയോഗിന്റെ കണക്ക് നോക്കിയാൽ കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളിൽ കേരളം 4ാമതാണ്. പഞ്ചാബാണ് പട്ടികയിൽ 1ാമത്. തൊട്ടുപിന്നിൽ പശ്ചിമ ബംഗാളും രാജസ്ഥാനും. ഏത് സംസ്ഥാന സർക്കാരിന്റെയും കടം വിലയിരുത്തേണ്ടത് കടവും സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉത്പാദനവും തമ്മിലെ അനുപാതം നോക്കിയാണ്. 2020-21 41.35% സംസ്ഥാനത്തിന്റെ ഈ അനുപാതം ഇന്ന് 35.5%.
കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളം. 2025-ൽ 262 ദിവസം സർക്കാരിന്റെ ദിവസേനയുള്ള വരവ് ചെലവ് വ്യത്യാസം നികത്താൻ റിസർവ് ബാങ്ക് നൽകുന്ന താൽക്കാലിക വായ്പയെയും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിക്കേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണ്. 4 വർഷത്തിനിടെ കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം 34% നിന്ന് 25%. എന്നാൽ തനത് വരുമാനത്തിലുണ്ടായ വർധന കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. കടമെടുത്തു തന്നെയാണ് കേരളം വികസന പദ്ധതികൾ പലതും പൂർത്തിയാക്കിയത്. വ്യക്തിയായാലും സർക്കാരായാലും വായ്പയെടുത്താൽ മുതലും പലിശയും തിരിച്ചടയ്ക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ വായ്പാ നിക്ഷേപത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാധ്യതയ്ക്ക് ബദലായി ആസ്തികൾ സൃഷ്ടിക്കപ്പെടും. കടത്തിന്റെ ബാധ്യതയും അത് സൃഷ്ടിച്ച ആസ്തിയും ഒത്തുപോകും. എന്തിനു വേണ്ടി കടമെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്കാണ് കടമെടുക്കുന്നതെങ്കിൽ അത് ഊരാക്കുടുക്കാകും. ധനപ്രതിസന്ധിക്കുള്ള UDF സർക്കാരിന്റെ നടപടികൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ജിജ്ഞാസയിലാണ് കേരള സമൂഹം. എന്തൊക്കെ മരുന്നുകളാണ് അതിനായി മുഖ്യമന്ത്രി VD സതീശന്റെ കയ്യിലുള്ളത് എന്നറിയാൻ നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം. ഇതോടുകൂടി സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.